ചാനൽ മദേഴ്സ് കോർണർ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞിന്റെ 4ാമത്തെ മാസം മുതൽ 6ാമത്തെ മാസം വരെയുള്ള വളർച്ചയെ കുറിച്ചാണ്. അതായത് നമ്മുടെ പ്രഗ്നൻസിയുടെ സെക്കൻഡ് സ്റ്റേജ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ 4ാമത്തെ മാസത്തിലേക്ക് പോകാം. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ആദ്യം മുതൽ കുഞ്ഞിന്റെ വളർച്ചയുടെ ആദ്യത്തെ 1 മാസം മുതൽ 3 മാസം വരെയുള്ള വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. നമ്മുടെ 4ാമത്തെ മാസത്തിൽ കുഞ്ഞിന് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കാരണം നമ്മൾ 3ാം മാസത്തിൽ ഏകദേശം കുഞ്ഞിന്റെ എല്ലാ ഓർഗൻസും വന്നു കഴിഞ്ഞു. ഇനി അതെല്ലാം ഒന്ന് മെച്ചുറായാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോ നമ്മുടെ 4ാമത്തെ മാസത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ 4ാമത്തെ മാസത്തിൽ ഹാർട്ട് ബീറ്റ് എല്ലാം നല്ല ഓഡിബിൾ ആവും. അതായത് നമുക്ക് നമ്മുടെ സ്കാനിങ്ങില് കറക്റ്റ് ആയിട്ട് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നല്ലതായിട്ട് പോയിന്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ 2ാമത്തെ മാസത്തിലെ സ്കാനിങ്ങിനകത്ത് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോ 4ാമത്തെ മാസത്തിലാകുമ്പോൾ അതിന്റെ ആവശ്യമില്ല. നമ്മുടെ വയറിന് പുറത്തൂടെ ഡോപ്ലർ വെച്ച് നോക്കിയാൽ തന്നെ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഓഡിബിൾ ആണ്. അതാണ് പ്രധാനമായും 4ാം മാസത്തിലുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്. 2ാമത്തെ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് വർക്കായി തുടങ്ങുന്നത് 4ാമത്തെ മാസത്തിലാണ്. അതായത് കുഞ്ഞിന്റെ നെർവസ് സിസ്റ്റം, അതായത് നമ്മുടെ ബ്രെയിന് അതുപോലെ തന്നെ നെർവ്സ് ഒക്കെ ഇല്ല, അതൊക്കെ കറക്റ്റ് ആയിട്ട് വർക്കായി തുടങ്ങുന്നത് നമ്മുടെ കുഞ്ഞിന്റെ 4ാമത്തെ മാസത്തിലാണ്. ഇനി 4ാമത്തെ മാസത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞിന്റെ ജെനൈറ്റൽ ഓർഗൻ, അതായത് കുഞ്ഞാണാണോ പെണ്ണാണോ എന്നുള്ള അറിയാൻ പറ്റുന്ന ജെനൈറ്റൽ ഓർഗൻ കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണ വളർച്ച എത്തുന്ന ഒരു മാസം എന്ന് പറയുന്നത് 4ാം മാസമാണ്. അതുകൊണ്ട് തന്നെ 4ാം മാസത്തിൽ സ്കാനിങ്ങിലൂടെ ഡോക്ടേഴ്സിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കുഞ്ഞ് ആണാണോ പെണ്ണാണോ. പക്ഷെ അത് നമ്മുടെ ഇന്ത്യയിൽ നിയമം അനുവദിക്കാത്തതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നമ്മുടെ ഇന്ത്യയിൽ സാധ്യമല്ല. അപ്പൊ ഇനി അടുത്തെന്ന് പറയുന്നത് കുഞ്ഞിന് വരുന്ന മറ്റ് ചേഞ്ചസ് എന്തൊക്കെയാണ് 4ാമത്തെ മാസത്തിൽ എന്നതാണ്. 4ാമത്തെ മാസത്തിൽ കുഞ്ഞിനുണ്ടാകുന്ന പ്രധാനപ്പെട്ട ചേഞ്ചസ് ആണ് നമ്മുടെ ഐ ലാഷസ്, ഐ ലിഡ്, അതുപോലെ തന്നെ നമ്മുടെ ഐബ്രോസ്, ഇതൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ 4ാമത്തെ മാസത്തിലാണ്. ഇനി 4ാമത്തെ മാസത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വേറെ 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് കുഞ്ഞിന്റെ നമ്മുടെ ടീത്ത് വരേണ്ട ആ ഭാഗമില്ലേ, അതൊക്കെ നന്നായിട്ട് ഇതാകുന്നത് 4ാമത്തെ മാസത്തിൽ ആണ്. അതുപോലെ തന്നെ 4ാമത്തെ മാസത്തിൽ നമ്മുടെ കുഞ്ഞിന്റെ കൈവിരലുകളൊക്കെ നല്ല കറക്റ്റ് നമ്മുടെ സാധാരണ നമ്മുടെ കൈവിരലുകളൊക്കെ ഇല്ലേ അതുപോലെ ഫോം ആവും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞിന് 4ാമത്തെ മാസത്തിൽ തൊട്ട് ഒരു സ്വഭാവം തുടങ്ങും. എന്താണെന്നറിയില്ലേ, കൈവിരൽ പിടിക്കുന്ന സ്വഭാവം നമ്മുടെ കുഞ്ഞിന് 4ാമത്തെ മാസം മുതൽ തുടങ്ങും. അതുപോലെ കുഞ്ഞതിന്റെ ബോഡിയൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാനും, അതുപോലെ കുഞ്ഞ് നമ്മള് ക്ഷീണം വരുമ്പോൾ ഫോട്ടോ അടിക്കത്തില്ല, അതുപോലെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞിന് 4ാമത്തെ മാസം മുതൽ തുടങ്ങും. ഇനി 4ാമത്തെ മാസത്തിൽ കുഞ്ഞ് എത്രത്തോളം വളർന്നു അറിയണ്ടേ, ഏതാണ്ട് 6 ഇഞ്ചോളം വളരും കുഞ്ഞ് 4ാമത്തെ മാസത്തിൽ. അതുപോലെ തന്നെ കുഞ്ഞിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 4 ഔൺസ് ആണ്. അപ്പൊ ഇത്രയാണ് 4ാമത്തെ മാസത്തിൽ നമ്മുടെ കുഞ്ഞിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇനി 5ാമത്തെ മാസത്തിലേക്ക് പോകാം. 5ാമത്തെ മാസം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്ന അമ്മയ്ക്ക് കുഞ്ഞിന്റെ മൂവ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നു എന്നത് തന്നെയാണ്. പക്ഷെ ചില കേസിൽ, അതായത് സെക്കൻഡ് പ്രഗ്നൻസിയിലൊക്കെ മിക്കവാറും 4ാമത്തെ മാസത്തെ ലാസ്റ്റ് ഭാഗമൊക്കെ ആകുമ്പോൾ തന്നെ കുഞ്ഞിന്റെ മൂവ്മെന്റ് അമ്മയ്ക്ക് അറിയാൻ പറ്റും. ഈ ആദ്യത്തെ പ്രസവമൊക്കെ ആകുമ്പോഴത്തേക്ക് പലപ്പോഴും അറിയാൻ പറ്റത്തില്ല. ചില സമയത്ത് താമസിച്ചേ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ചിലർക്ക് നേരത്തെ തന്നെ ആയാലും ചിലപ്പം അവർക്ക് മൂവ്മെന്റ് ആണോ ഇല്ലെന്നുള്ള ഒരു ഇതറിയാൻ പറ്റത്തില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 5ാമത്തെ മാസത്തിലാണ് കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഇനി അടുത്ത ഈ കുഞ്ഞിന്റെ ആദ്യത്തെ മൂവ്മെന്റിന് എന്താന്ന് പറയുന്നതെന്ന് വെച്ചാൽ ക്വിക്കനിങ് എന്നതാണ് നമ്മുടെ കുഞ്ഞിന്റെ ആദ്യത്തെ മൂവ്മെന്റിന് പറയുന്നത്. 5ാമത്തെ മാസത്തിൽ കുഞ്ഞിന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ തലയില് മുടി വളരാൻ തുടങ്ങും. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ബാക്ക് സൈഡില്, ഷോൾഡറില്, അതിലൊക്കെ അവിടെയൊക്കെ കുഞ്ഞു ഹെയർ ഗ്രോത്ത് കളറുണ്ടാണ്. ഇത് നമ്മുടെ ഡെലിവറി കഴിഞ്ഞ ഒരാഴ്ചക്കകം തന്നെ ഈ ഹെയർ ഗ്രോത്ത് ഒക്കെ അപ്രത്യക്ഷമാകും. ഇനി അടുത്തെന്ന് പറയുന്നത് കുഞ്ഞിന് ശരീരം മുഴുവൻ ഒരു വൈറ്റിഷ് കവറിങ് ഉണ്ടാവും. അതെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞ് കിടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഫ്ലൂയിഡിനകത്താണ്. അപ്പൊ ഈ ഫ്ലൂയിഡ് ആയിട്ട് ഒത്തിരി കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് ഈ കവറിങ് വരുന്നത്. ഈ കവറിങ്ങിന് പറയുന്ന പേരാണ് വെർണിക്സ് കാസിയോസ. അപ്പൊ ഈ വെർണിക്സ് കാസിയോസ എന്ന് പറയുന്നത് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ കുഞ്ഞിനെ പ്രസവിച്ചെടുത്ത ഉടനെ കുഞ്ഞിനെ കുളിപ്പിച്ച് ഇതെല്ലാം കളി വന്നു. പിന്നീട് ഇപ്പൊ പുതിയ പഠനങ്ങൾ തെളിയിച്ചു കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ അത് എടുത്തു കഴിഞ്ഞ് അത് കഴുകി കളയരുത്, ജസ്റ്റ് ഒന്ന്
തുടച്ച് അതിന്റെ പ്രൊട്ടക്ഷൻ കുഞ്ഞിന് കുറച്ച് സമയത്തേക്ക് വേണം എന്നത് തന്നെയാണ്. കാരണം പുറത്തുനിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ഇത് കുഞ്ഞിനൊരു പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുക്കും. കുഞ്ഞ് പെട്ടെന്ന് വെളിയിലോട്ട് വന്നാലേ ഉള്ളൂ. അപ്പൊ ഈ കവറിങ്ങിന്റെ പേരാണ് വെർണിക്സ് കാസിയോസ ആണ്. അപ്പൊ ഇതാണ് നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കൊണ്ടുവന്ന് കഴിയുമ്പോൾ കുഞ്ഞിന്റെ മേത്തൊക്കെ ഇങ്ങനെ വെളുത്തിരിക്കുന്ന കാണത്തില്ലേ, അതാണിത്. അപ്പൊ തലയിലൊക്കെ ഇട്ടിരിക്കുന്ന കാണത്തില്ലേ. അപ്പൊ ഡോക്ടേഴ്സ് പറയും ഇതിപ്പോ തന്നെ കഴുകിയൊന്നും കളയരുതെന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ അതാണ് ഈ സംഭവം. അപ്പൊ ഇനി നമ്മുടെ കുഞ്ഞി 5ാമത്തെ മാസത്തിൽ എത്രയും നീളം വെച്ചെന്ന് അറിയണ്ടേ? അതായത് ഏതാണ്ട് 10 ഇഞ്ച് നീളം വെച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞ്. അതുപോലെ തന്നെ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1 മുതൽ 1 പൗണ്ട് വരെയാണ് കുഞ്ഞിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹാഫ് പൗണ്ട് ടു 1 പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ kg വെച്ചാണെങ്കിൽ 1/4 kg ടു ഒരു 1/2 kg അത്രയൊക്കെ വരും. അത്രയാണ് നമ്മുടെ കുഞ്ഞിന്റെ വെയിറ്റ് 5ാം മാസത്തിൽ വരുന്നത്. അപ്പോ ഇനി നമുക്ക് 6ാം മാസത്തിലേക്കാണ് പോകേണ്ടത്. 5ാം മാസത്തിലെ വളർച്ചയെല്ലാം മനസ്സിലായല്ലോ. അപ്പൊ ഇനി 6ാം മാസത്തിലേക്ക് പോവാം. നമ്മുടെ ഈ 6ാം മാസത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് കുഞ്ഞിന്റെ സ്കിന്നെല്ലാം നല്ല റെഡിഷ് കളറാവും. അതുപോലെ തന്നെ സ്കിന്നൊക്കെ നല്ല ചുരുങ്ങിയിട്ടായിരിക്കും. കാരണം ഇനിയാണ് കുഞ്ഞിന്റെ മേക്ക മാംസമൊക്കെ വെച്ച് കണ്ടിട്ട്. അപ്പൊ കുഞ്ഞിന്റെ സ്കിന്നൊക്കെ നല്ല ചുളിഞ്ഞ സ്കിന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിന്റെ ഞരമ്പുകളൊക്കെ ഇല്ലേ, അതൊക്കെ നന്നായിട്ട് വിസിബിൾ ആയിട്ട് കാണുന്ന ഒരു സമയമാണ്. ആ ഒരു പ്രായം വരെയായി നമ്മുടെ കുഞ്ഞ് 6ാം മാസത്തിൽ. അപ്പൊ ഇനി 6ാം മാസത്തിലെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയത്തില്ലേ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങൾ. അതായത് നമ്മളുടെ ഫിംഗർ പ്രിന്റും നമ്മുടെ കാലിന്റെ അടിയിൽ ടോയ് പ്രിന്റും. അപ്പം ഇത് നമുക്ക് വിസിബിൾ ആയിട്ട് കാണുന്ന ഒരു സമയം എന്ന് പറയാം. അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 6 മന്ത് ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം നല്ല ക്ലിയർ ആവും. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് കേട്ടോ. കാര്യം എന്താണെന്നറിയോ, പല അമ്മമാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഹസ്ബൻഡ് ഗൾഫിലായിട്ടുള്ളവര്, അതായത് ഹസ്ബൻഡ് വൈഫ് ഒരു സ്ഥലത്ത് അല്ലാത്തവര് പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കുഞ്ഞുങ്ങള് ഏത് സമയത്താണ് സൗണ്ടുകൾ കേട്ട് തുടങ്ങുന്നതെന്ന്, അല്ലെങ്കിൽ സൗണ്ടിന് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങുന്നതെന്ന്. അതായത് 6ാം മാസത്തിലാണ് കുഞ്ഞുങ്ങള് സൗണ്ടിനോട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങുന്നത്. അതായത് നമ്മുടെ വെളിയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് കുഞ്ഞ് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പം 6ാം മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇനി 6ാം മാസത്തിലെ വേറൊരു പ്രത്യേകത, ഇപ്പം കുഞ്ഞ് പ്രിമച്ചർ ആയിട്ട്, അതായത് മാസം തികയാതെ പ്രസവിക്കുകയാണെങ്കിൽ ഈ 23 വീക്സ് കഴിഞ്ഞ് കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ നമുക്ക് ഐസിയുവിന്റെ സഹായത്തോടെ ഈ കുഞ്ഞിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ഇനി 6ാം മാസത്തിൽ കുഞ്ഞിന്റെ ഹൈറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. 12 ഇഞ്ചാണ് നമ്മുടെ കുഞ്ഞിന്റെ 6ാം മാസത്തിലെ ഒരു നീളം എന്ന് പറയുന്നത്. അത് 2 പൗണ്ടാണ്. അതായത് ഏകദേശം നമ്മുടെ 1 കിലോ വെയിറ്റ് ആയിരിക്കും നമ്മുടെ കുഞ്ഞിന് നമ്മുടെ 6ാം മാസത്തിൽ ഉണ്ടാകുന്നത്. അപ്പോ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജില്, അതായത് പ്രഗ്നൻസിയുടെ സെക്കൻഡ് ട്രൈമസ്റ്ററില് നമ്മുടെ കുഞ്ഞിനുണ്ടാകുന്ന വളർച്ച. അപ്പൊ ഈ പ്രകാരം കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പൊ ഏകദേശം സന്തോഷമല്ല നമ്മുടെ കുഞ്ഞ് 6ാം മാസത്തിൽ ഇത്രയൊക്കെ വളർന്നു എന്ന് കേട്ടപ്പോ. അപ്പൊ അടുത്ത നമുക്ക് 7, 8, 9 എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും